ഇറാന്റെ അതിർത്തിയിൽ ഇസ്രയേലിന്റെ രഹസ്യ സൈനിക ശൃംഖല ഞെട്ടിക്കുന്ന റിപ്പോർട്ടുമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പുതിയ മാനം നൽകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇറാന്റെ സൈനിക നീക്കങ്ങൾ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നതിനായി ഇസ്രയേൽ അസർബൈജാന്റെ മണ്ണിൽ രഹസ്യ അന്വേഷണ ശൃംഖല സ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വാർത്താ ശൃംഖലയായ CNN പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇസ്രയേൽ സ്പെഷ്യൽ ഫോഴ്സും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും ഡ്രോൺ യൂണിറ്റുകളും ഉൾപ്പെടുന്ന പ്രത്യേക സംഘം ഇറാന്റെ വടക്കൻ അതിർത്തിക്ക് സമീപത്തുള്ള അസർബൈജാൻ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. റിപ്പോർട്ടിൽ ഏറ്റവും ശ്രദ്ധേയമായ വിവരം ഇറാനിലെ പ്രധാന സൈനിക വ്യാവസായിക കേന്ദ്രങ്ങളിൽ ഒന്നായ ത്രിബസ് നഗരത്തിൽ നിന്ന് വെറും 97 കിലോമീറ്റർ മാത്രം അകലെയുള്ള പ്രദേശങ്ങളിലാണ് ഈ നിരീക്ഷണ സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നത്. ദക്ഷിണ അസർബൈജാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഈ ശൃംഖല മാസങ്ങളായി തന്നെ സജീവമാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് വിക്ഷേപിക്കപ്പെടാൻ സാധ്യതയുള്ള മിസൈലുകളെ കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് ലഭ്യമാക്കുക, ഇറാന്റെ വ്യോമ ബുസേഫ നീക്കങ്ങൾ നിരീക്ഷിക്കുക, ഡ്രോൺ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് അത്യാധുനിക നിരീക്ഷണ ഉപകരണങ്ങൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അടുത്ത മാസങ്ങളിൽ കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലാണ് എന്നതാണ് ഇവിടെ മറ്റൊരു വെളിപ്പെടുത്തൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ട് ഏറ്റുമുട്ടലുകൾക്കും മിസൈൽ ആക്രമണങ്ങൾക്കും ശേഷം മേഖലയിൽ സുരക്ഷാ ആശങ്കകൾ ഉയർന്നിരിക്കുകയാണ്. അതേസമയം രാഷ്ട്രീയ സുരക്ഷാ വിദഗ്ധർ പറയുന്നത് റിപ്പോർട്ട് ശരിയാണ് എങ്കിൽ ഇത് ഇസ്രയേലിന്റെ ഏറ്റവും നിർണായകമായ രഹസ്യാന്വേഷണ നേട്ടങ്ങളിൽ ഒന്നായിരിക്കുമെന്നതാണ്. ഇറാന്റെ അതിർത്തിയോട് ഇത്രയും അടുത്തു നിന്ന് സൈനിക വിവരശേഖരണം നടത്താൻ കഴിയുന്നത് ഇസ്രയേലിന് വലിയ തന്ത്രപരമായ മുൻതൂക്കം നൽകുമെന്നും അവർ വിപുലമായി തന്നെ എടുത്തു പറയുന്നു. അതേസമയം ഈ റിപ്പോർട്ടുകളോട് അസർബൈജാൻ സർക്കാരോ അല്ലെങ്കിൽ ഇസ്രയേൽ അധികൃതരോ ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇറാനും ഇതുവരെയും വിഷയത്തിൽ വിശദമായ പ്രതികരണം നടത്തിയിട്ടില്ല. എന്നാൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സുരക്ഷാ സാഹചര്യത്തിൽ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തന്നെ മേഖലയിലെ സംഘർഷാവസ്ഥ എത്രത്തോളം സങ്കീർണമായിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ അതിർത്തിക്ക് തൊട്ടരികിൽ തന്നെ ഇസ്രയേലിന്റെ രഹസ്യ നിരീക്ഷണ ശൃംഖല പ്രവർത്തിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ശരിയാണ് എങ്കിൽ പശ്ചിമേഷ്യയിലെ ആ ഒരു ശക്തി സമവാക്യങ്ങളെ തന്നെ അവിടെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു വികസനമായിരിക്കും ഇത്. കൂടുതൽ വിവരങ്ങൾക്കായി തന്നെ കാത്തിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം. അസർബൈജാൻ കൂടാതെ തന്നെ ഇറാഖ്, UAE, അതുപോലെ തന്നെ സൊമാലിറ്റ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇസ്രയേൽ ഇത്തരത്തിൽ സൈനിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ വടക്ക്, പടിഞ്ഞാറ്, തെക്ക് അതിർത്തികളിലെ ആ ഒരു വലയം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ശൃംഖലയാണ് ഇതിലൂടെ തന്നെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത്. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ UAE ഇസ്രയേൽ ആകട്ടെ അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനം വിന്യസിപ്പിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ അസർബൈജാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. തങ്ങളുടെ ഒരു ഭൂപ്രദേശം മൂന്നാമതൊരു രാജ്യത്തിനെതിരായ നീക്കങ്ങൾക്കായി തന്നെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് US അസർബൈജാൻ എംബസി വ്യക്തമാക്കുന്നുണ്ട്. ഇറാഖും UAEയും തങ്ങളുടെ രാജ്യങ്ങളിൽ അനധികൃതമായി തന്നെ ഇസ്രയേൽ സൈനിക താവളങ്ങളോ അല്ലെങ്കിൽ സേനയോ ഇല്ല എന്ന് പോലും അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും ഈ വാർത്ത സൂചിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.